കോണ്ടം യൂസ് ചെയ്യുന്നത് ഒരു 100% സേഫ് തന്നെയാണോ? അപ്പോൾ ഈ കോണ്ടം എന്ന് പറയുന്നത് വളരെ ഫലവത്തായ ഒരു മാർഗ്ഗമാണ്. രണ്ടാമതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ HIV പറ്റി അറിഞ്ഞുകൂടാത്തവരില്ല, എയ്ഡ്സിനെ പറ്റി അറിഞ്ഞുകൂടാത്തവരില്ല. ലൈംഗിക ബന്ധത്തിൽ HIV അണുബാധ ഉണ്ടാകാതിരിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഈ കോണ്ടമാണ്. പക്ഷേ അതിൻ്റെ ഫെയിലിയർ റേറ്റ് തീരുമാനിക്കുന്നത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. കോണ്ടം ഇടുമ്പോൾ അത് എങ്ങനെ ഇടണം, അത് എങ്ങനെ റോൾ ചെയ്ത് കയറ്റണം, കോണ്ടത്തിൻ്റെ ടിപ്പിലൊരു റിസർവോയർ പോലെ ഒരു കുഞ്ഞു സാധനം ബാക്കി ഫുൾ വലിച്ചു കയറ്റരുത്. കാര്യം ഈ ഇജാക്കുലേഷൻ നടക്കുമ്പോൾ ആ ബീജം കളക്ട് ചെയ്യാൻ ആ റിസർവോയർ ടിപ്പിൽ കാണണം. ആ റിസർവോയർ ഇല്ലെങ്കിൽ ഇത് മൊത്തം അങ്ങ് പടർന്നിട്ട് വെജൈനയിൽ വീണെന്നിരിക്കും. അതുപോലെ ആ ഓർഗൻ എറക്റ്റായിട്ടിരിക്കുമ്പോൾ ഉദ്ദീപിക്കപ്പെട്ടിരിക്കുമ്പോൾ തന്നെ കോണ്ടം നമ്മൾ മാറ്റണം. അതിൻ്റെ ഉദ്ദീപനം പോയി കഴിയുമ്പോഴത്തേക്ക് ലൂസാവും. അപ്പം ആ ലൂസായ സ്ഥലത്തൂടെ സ്പേം അകത്ത് പോകാം. അതുപോലെ അങ്ങനത്തെ കുറച്ച് നിഷ്കർഷകൾ അതിനകത്തുണ്ട്.